ഇന്ന് രാത്രിയിൽ പത്തനംതിട്ട ഹാളിൽ ഇവിടെയുള്ള ദൈവജനവുമായി ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ, ഈ നിലയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ഇങ്ങനൊരു അവസരം കർത്താവ് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി മുൻകൈ എടുത്ത ഈ സ്ഥലം സഭയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എൽഡേഴ്സിനോടും മറ്റ് പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കിയത് ഇന്നത്തെ ദിവസം നമ്മൾ ഹൗസ് ഫെലോഷിപ്പായിട്ട് ഭവന പ്രാർത്ഥനയായിട്ട് ക്രമീകരിച്ചതാണ്. എന്നാൽ അതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ക്രമീകരിക്കുവാൻ സഭയായി കാണിച്ച എല്ലാ സ്നേഹത്തിനായിട്ടും കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഹൗസ് ഫെലോഷിപ്പ് മിസ്സായ ഭവനത്തോടുള്ള ക്ഷമയും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിൽ അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സഭയുടേതായിരിക്കുന്ന നിയമം അനുസരിച്ച് നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ എനിക്ക് കർത്താവ് നൽകി തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പേര് സാംജി ജോൺ എന്നാണ്. ജന്മദേശം ആലപ്പുഴ ജില്ലയിൽ മേൽപ്പാടം എന്ന് പറയും. അമ്മ വീട് കുമ്പനാട്ടാണ്, കുറുവംപ്ലാവിലാണ്. പ്രിയ പിതാവിനോട് ഇപ്പോൾ സംസാരിച്ചപ്പം പഴയ കാലങ്ങളിലേക്ക് പെട്ടെന്ന് പോയി. ഞാൻ അപ്പച്ചനെ ഇന്നാണ് കാണുന്നത്. അപ്പച്ചൻ്റെ കൊച്ചുമകനെ അറിയാം, കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്ന മോനെ അറിയാം, കൊച്ചുമകളെ അറിയാം. ഞങ്ങളുടെ മക്കളും ഇളയ മകനും കോയമ്പത്തൂരിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പച്ചനെ കണ്ടപ്പം അപ്പച്ചൻ എന്നോട് ചോദിക്കുകയാണ്, ജോണി എന്ന് പറയുന്ന ഒരാളെ അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. മേപ്പാടത്തുള്ളൊരു ജോണി അറിയാമോ? അപ്പം ഞാൻ കുറച്ച് നേരം സൈലൻ്റായിട്ട് അപ്പച്ചൻ നിർത്തി കഴിഞ്ഞപ്പോൾ അതെൻ്റെ പിതാവാണ്. അപ്പം ചോദിച്ചു, ഏലിക്കുട്ടി, കുറുവംപ്ലാവിലെ ഏലിക്കുട്ടി ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ബന്ധം. അതിലുപരിയായിട്ട് കഴിഞ്ഞ 35-40 വർഷമായി ഞാൻ പത്തനംതിട്ടക്കാരനാണ്. ആലപ്പുഴയിലാണ് ജനിച്ചതെങ്കിലും പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത്. തിരുവല്ലായിൽ മഞ്ഞാടിയിലാണ് താമസിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലുള്ള അന്ന് നമ്മുടെ പൊതു കൂടിവരവുകളെല്ലാം സുവിശേഷ ആലയത്തിൽ നടക്കുന്നത് കൊണ്ട് സുവിശേഷകൻ ബാലസംഘത്തിൻ്റെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മധ്യത്തിലുള്ള ശുശ്രൂഷകൾക്ക് YMF-ൻ്റെയും ശുശ്രൂഷകളിൽ കടന്നു വന്ന് വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള അവസരം കർത്താവ് 25-26 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്നു. 94 മുതൽ 98 വരെ പത്തനംതിട്ടയിലുള്ള നമ്മുടെ BBIയിലെ ഒരു അധ്യാപകനായിട്ട് ദൈവവചനം പഠിപ്പിക്കുവാനുള്ള അവസരങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 98-ലാണ് ഞങ്ങൾ നേപ്പാളിലേക്ക്, ഞങ്ങളെ പ്രാർത്ഥിച്ച് നേപ്പാളിലേക്ക് അയക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയുമായി, പ്രത്യേകിച്ച് ടൗണുമായി, മറ്റ് സ്ഥലം സഭകളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം അനുഭവിച്ചറിയുവാനായിട്ട് ആ വർഷങ്ങളിലൊക്കെ ഇടയായി. തീർച്ചയായിട്ടും ആ നിലയിൽ ഇവിടെയുള്ള ദൈവമക്കൾ അനേകര് വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നേപ്പാളിനെ കുറിച്ചുള്ള ശുശ്രൂഷയും കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ നിലയിൽ ഒരു ക്രമീകരണത്തിന് വേണ്ടി മുൻകൈ എടുത്തത് എൻ്റെ പ്രിയ കൂട്ടു സഹോദരൻ സണ്ണി ടി ദാനിയലാണ്. സണ്ണി ഫിലിപ്പ് ബ്രദറാണ്. പ്രിയപ്പെട്ടവനോടുള്ള നന്ദി അറിയിക്കുന്നു. എന്തോ അത്യാവശ്യമായിരിക്കുന്ന കാരണത്താൽ താൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ നിലയിൽ പ്രിയപ്പെട്ടവരുമായിരിക്കുന്ന നിങ്ങളുമായി ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ, ഈ സ്നേഹബന്ധം പുതുക്കുവാൻ കർത്താവ് അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കും. 26 വർഷമായി ഞങ്ങൾ നേപ്പാളിലായിട്ട്. 1992 എനിക്ക് നേപ്പാളിലേക്ക് പോകണമെന്നുള്ളൊരു ദൈവിക ദർശനം കർത്താവ് നൽകി തരുന്നത്. അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു, വേദവിദ്യാർത്ഥിയായിരുന്നു. സെക്കൻഡറാബാദിലുള്ള ഭാരത് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേപ്പാളിലേക്ക് പോകുവാൻ 1990 നേപ്പാളിൽ പോകുവാനുള്ളൊരു അവസരമുണ്ടായി. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൊച്ചായിരുന്നപ്പം, ചെറുപ്രായം എന്ന് പറയുമ്പോൾ എനിക്ക് 8 or 9 years, 8-9 വയസ്സ് മാത്രമുള്ളപ്പോൾ നേപ്പാളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊരു കാരണം, എൻ്റെ മൂത്ത പെങ്ങള് 1978 നേപ്പാളിലേക്ക് പോയി. ഇന്ന് നേപ്പാളിലുണ്ട്. ബ്രദറൻ ഫെലോഷിപ്പിലല്ല, അന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫെലോഷിപ്പിലാണ്. കാഠ്മണ്ഡുവിൽ, നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിലുള്ള ആദ്യത്തെ ചർച്ചാണത്. നേപ്പാൾ ചരിത്രത്തിൽ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നേപ്പാൾ
ക്രിസ്ത്യൻ ചരിത്രത്തിലെ രണ്ടാമത്തെ കൂടിവരവ്, കാഠ്മണ്ഡു സിറ്റി ക്യാപിറ്റലിലെ ആദ്യത്തെ കൂടിവരവും എന്നാൽ നേപ്പാൾ ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ചർച്ചുമാണ്. ഇന്ന് ഏകദേശം 400-ലധികം വിശ്വാസികൾ അവിടെ ഉണ്ട്, ആ കാഠ്മണ്ഡുവിലുണ്ട്. 40ഓളം മറ്റ് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് കൂടിവരവുകളുണ്ട്. മനസ്സിലാക്കണം, അത് ബ്രദറൻ ചർച്ച് അല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് നോൺ ഡിനോമിനേഷൻ അന്നത്തെ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രീതിയിൽ മുൻപോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ നേപ്പാളിലേക്ക് പോകാനുള്ള കാരണം, മൂത്ത പെങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരെ തമിഴ്നാട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ പെർസിക്യൂഷൻസ്, പോലീസ് ഇഷ്യൂസ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കുഞ്ഞുങ്ങളെ നേപ്പാളിൽ പഠിപ്പിക്കുവാൻ പോയിന്റ് ഓഫ് അറസ്റ്റ് വരെ അവിടെ എത്തിയിട്ടുള്ള സമയങ്ങളാണ്. അളിയനും പെങ്ങളും അവിടെ നിന്ന് ഒളിച്ചോടിയ സമയങ്ങൾ, ആ സിറ്റി വിട്ടുമാറി നിന്ന അവസരങ്ങൾ അന്നത്തെ കാലങ്ങളിൽ 1978 കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഏകദേശം 45-50 വർഷത്തിന് മുൻപുള്ള കാര്യങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇന്ത്യയിൽ നിന്നും അഥവാ തമിഴ്നാട്ടിൽ നിന്നും നേപ്പാളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു എസ്കോർട്ട് ചെയ്ത്, അത് അവരോട് കൂടെ യാത്ര ചെയ്യുവാൻ, അന്നത്തെ സമയങ്ങളിലുള്ള ട്രെയിൻ യാത്രയാണ്, യാത്ര ചെയ്യുവാൻ പലപ്പോഴും എന്നെ അളിയനും പെങ്ങളും കൂടെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് 1990 നേപ്പാളിലേക്ക് പോകുന്നത്. ഞാൻ ഓർപ്പിച്ച ചെറുപ്രായത്തിൽ തന്നെ ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് എൻ്റെ ചെറിയ മനസ്സിൽ ഇങ്ങനെ കേൾക്കുവാനായിട്ടുള്ള അവസരമുണ്ടായി. അന്ന് ചിന്തിച്ചിരുന്നത് നേപ്പാളിൽ പോകുന്നതിന് കുറഞ്ഞതൊരു 3 വർഷമെങ്കിലും എടുക്കും. അന്ന് എൻ്റെ കൊച്ചു മനസ്സിലെ കാര്യമാണ്. അതിൻ്റെ ഒരു റീസൺ, എൻ്റെ പെങ്ങളും അളിയനും നാട്ടിലേക്ക് വരുന്നത് once in 3 years or 4 years. അപ്പം ഞാൻ കൊച്ചു മനസ്സിൽ ചിന്തിച്ചു, ഈ യാത്രയെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരമാണ്, അപ്പോൾ ഹിമാലയം എന്നുള്ളതൊക്കെ അറിയാം, അപ്പോൾ ഇതൊന്ന് എത്തിച്ചേരാൻ ഒത്തിരി സമയമെടുക്കും. ഒരർത്ഥത്തിൽ അന്ന് തുടർമാനമായി യാത്ര ചെയ്യുന്നു, ബോർഡർ ക്രോസ് ചെയ്യുന്നു. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഈസി. അങ്ങനെയാണ് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇടയായി തീർന്നത്. പഠനത്തിൽ തുടരുമ്പോഴാണ് 1990 ഞാൻ ആദ്യമായി നേപ്പാളിൽ പോകുന്നത്. 91 പോയി, 92 പോയി. ആ ഒരു അവസരത്തിലാണ് കർത്താവിൻ്റെ ആ ഒരു ദൈവിക വിളി, ആ ഒരു വലിയ ആത്മാവിൻ്റെ ബേർഡൻ എൻ്റെ ഹൃദയത്തിലുണ്ടാകുകയും എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നേപ്പാളിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം ദൈവവചന പഠനങ്ങൾക്കൊക്കെ ശേഷം ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു, മഞ്ഞാടിയിലേക്ക് കടന്നു വന്നു. സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ബാലസംഘത്തിൻ്റെയും മറ്റ് ശുശ്രൂഷകളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകാനിടയായി. ആ അവസരത്തിലാണ് 94 to 98 പത്തനംതിട്ടയിൽ പഠിപ്പിക്കുവാൻ, BBAയിൽ പഠിപ്പിക്കുവാൻ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ആയിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചത്. ആ ഒരു ബന്ധവും സ്വന്തവും ഒക്കെ ഇന്നും ആ ഫീലിംഗ് ആയിട്ട് പത്തനംതിട്ടയോടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. നേപ്പാളിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് കാഠിന്യം നിറഞ്ഞ ഇന്ത്യയുടെ മറ്റ് സൗത്ത് ഇന്ത്യ വിട്ട് മറ്റ് ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ട് അതുപോലെ തന്നെ കാഠിന്യം നിറഞ്ഞ ഒരു ഭൂമിയാണ് നേപ്പാൾ. പ്രത്യേകിച്ച് 2007 വരെ ലോകത്തിലെ ഏക ഹിന്ദു രാജ്യം എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൊരു കൺട്രിയാണ് നേപ്പാൾ. നമ്മുടെ ഇന്ത്യ ഹിന്ദു രാജ്യമാണെങ്കിൽ പോലും ലോകത്തിൽ ഡിക്ലെയർഡ് ചെയ്ത ഒരു കൺട്രി ആയിരുന്നു നേപ്പാൾ. എന്നാൽ അതിൻ്റെ പിന്നിലുള്ളൊരു ശക്തി, പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തി, ലോകത്തിലെമ്പാടുമുള്ള ദൈവമക്കൾ, അത് ഒരു ഡിനോമിനേഷണൽ സ്പിരിറ്റിലല്ല. നേപ്പാൾ എന്ന് പറയുന്ന ഹിന്ദു രാജ്യം ക്രിസ്ത്യൻ രാജ്യമായി തീരണമെന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയാണ് ഇന്നും അവിടെയുള്ള വിശ്വാസികൾക്ക്. ആ പ്രാർത്ഥനയുടെ ഫലമായി തന്നെയാണ് 2007 ഏക ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാളിൽ പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ടാകുന്നത്. അങ്ങനെ ആ നിലയിൽ മുൻപോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഞങ്ങളെ കർത്താവ് 1998 ഞാൻ 98 മാർച്ചിൽ എൻ്റെ ടീച്ചിങ് ഫീൽഡ് പത്തനംതിട്ടയിൽ അവസാനിപ്പിച്ചു. നമ്മുടെ സുവിശേഷാലയത്തിൽ നിന്നും KA ഫിലിപ്പ് സാറും മറ്റ് അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥനയായിട്ട് ഞങ്ങളെ അയച്ചു. 98 ജൂണിൽ ഞങ്ങൾ നേപ്പാളിലേക്ക് പോകുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. കഴിഞ്ഞ 26 വർഷമായിട്ട് കുടുംബമായി ഞങ്ങൾ താമസിക്കുന്നു, നേപ്പാളിൽ താമസിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന ചോദ്യം, അന്ന് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഇന്നുണ്ട് ഇല്ലേ? ഉണ്ട്. പക്ഷെ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൊക്കെ പ്രത്യേകമായിരിക്കുന്ന ഒരു ദൈവിക ശക്തി, ഒരു ദൈവിക കൃപ, എന്തോ ഒരു പ്രത്യേകമായിരിക്കുന്ന ഉന്മേഷം ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞതുകൊണ്ട് ശുശ്രൂഷകളിലുള്ള വിവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കലും അതൊന്നും തളർത്തി കളയുവാൻ ഇടയാകാതെ
ഇന്നുവരെയും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായി കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വൈഫ് ലെനി ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് കർത്താവ് 2 ആൺമക്കളെ ദാനം ചെയ്തു. മൂത്ത മോൻ തിമോത്തി, കൊച്ചുമോൻ ഡാനിയൽ. അവർ രണ്ടുപേരും അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ അവരുടെ പഠനം കഴിഞ്ഞു. മൂത്ത മകന് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊച്ചുമോൻ MBA കഴിഞ്ഞതിന് ശേഷം അവനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവർ രണ്ടുപേരും വളർത്തപ്പെട്ടത് നേപ്പാളിലാണ്. കൊച്ചുമോൻ ജനിച്ചത് തന്നെ നേപ്പാളിൽ തന്നെയാണ്. നേപ്പാളിൻ്റെ പരിതസ്ഥിതി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അയൽ രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യക്കാരായിരിക്കുന്ന നമ്മൾക്ക് നേപ്പാളിലേക്ക് പോകുവാനായിട്ടൊരു ഓപ്പൺ ബോർഡറാണ്. നേപ്പാളികൾക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനും ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് പോകുന്നതിനും അതിനൊരു കാരണം കൂടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഫൊറസ് എന്തെങ്കിലും ഐഡൻറ്റിറ്റി ആവശ്യമാണ് നേപ്പാളിലേക്ക് പോകാൻ. പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, വിസയുടെ ആവശ്യമില്ല. അതൊരു വലിയ ഓപ്പണിംഗ് ആണ്. എന്നാൽ അനേക വർഷങ്ങളായി നേപ്പാളികളായിരിക്കുന്ന അനേകരെ ഇന്ത്യയിലേക്ക് വന്നത് മുഖാന്തരം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഗോർഖ റെജിമെൻറ്റ്, ആർമിയുടെ ഗോർഖ റെജിമെൻ്റ് എന്ന് പറയുന്നത് പൊതുവെ നേപ്പാളികളാണ്. പൊതുവെയല്ല, ഈവൻ UK ആർമിയുടെ റെജിമെൻ്റ് എന്ന് പറയുന്നത്, ഗോർഖ റെജിമെൻ്റ് എന്ന് പറയുന്നത് നേപ്പാളികളാണ്. അനേക നേപ്പാളികൾക്ക് ഇന്ത്യയിൽ വന്ന് കർത്താവിനെ കുറിച്ച് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ഇടയായിത്തീർന്നു. ഞാൻ ഓർക്കുന്നു, ഏകദേശം 1040-45 വർഷത്തിന് മുൻപ് ഹാർഡ്ലി എണ്ണാവുന്ന നമ്പർ മാത്രമേ, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ, നേപ്പാളി പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, മേ ബി 2000 to 3000 ക്രിസ്ത്യൻസ് എല്ലാ നേപ്പാളിലുമായിട്ട് അന്ന് കൗണ്ട് ചെയ്തിരുന്ന ക്രിസ്ത്യൻസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഇന്ന് നമുക്കും നേപ്പാളിനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവിനെ സ്തുതിക്കുവാനുള്ളൊരു അവസരം ഇന്ന് ആ നേപ്പാളിൽ 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ക്രിസ്ത്യാനികൾ ഇന്ന് കർത്താവ് നേപ്പാളിൽ നൽകി തന്നിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുമ്പോൾ ഇതെല്ലാം ബ്രദറുകാരാണെന്ന് ചിന്തിക്കരുത് പ്ലീസ്. ഇവാഞ്ചലിക്കൽ ഫെയ്ത്ത് ഉള്ള, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഇവാഞ്ചലിക്കൽ ഫെയ്ത്തിൽ ഫോളോ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, വിശ്വാസികൾ നമുക്കിന്ന് അവിടെ ഉണ്ട്. 77 ജില്ലകളാണുള്ളത്. ആ 77 ജില്ലകളിലും ഇന്ന് സ്ഥലം സഭകളുണ്ട്. അത് നേപ്പാളിനെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവിടുത്തെ വിശ്വാസികളാണ്. ഇന്നും നമുക്ക് ഇന്ത്യക്കാരായിരിക്കും, നമുക്ക് ഓപ്പണായിട്ട് ഇന്ന് വരെയും ഞങ്ങൾ 26 വർഷമായി സ്ട്രീറ്റിൽ ഒരു പ്രോഗ്രാമും നടത്തിയിട്ടില്ല. അത് അവിടുത്തെ നിയമം അനുവദിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് അവിടെ താമസിക്കുവാനായിട്ട് ഉള്ള ഒരൊറ്റ വഴി, ഇന്ത്യൻ എംബസിയുമായിട്ട് രജിസ്റ്റർ ചെയ്യുവാനായിട്ടുള്ള ഒരൊറ്റ വഴി, എന്തെങ്കിലും വേ നമ്മൾ കണ്ടുപിടിക്കണം. ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഞാനൊരു സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഒരു കൗൺസിലറായിട്ട് പോകുന്നുണ്ട്. അത് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഒറ്റ കാരണം, ഇന്ത്യൻ എംബസിയുമായിട്ട് ലോക്കൽ ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം. മറ്റൊരു മിഷണറി ആയിട്ട് നമുക്ക് അവിടെ അന്ന് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അന്നും അല്ല ഇന്നും ക്രിസ്ത്യൻ പ്രവർത്തനങ്ങൾ ഇന്നും നേപ്പാളിൽ ഇല്ലീഗലാണ്. ഗവൺമെൻറ് ഇതുവരെയും ഒഫീഷ്യലി ക്രിസ്ത്യൻ പ്രവർത്തനങ്ങളെ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലെല്ലാം അനേക ലക്ഷം നേപ്പാളികൾ വളരെ ഉത്സാഹത്തോടെ സ്ഥലം സഭകളൊക്കെ സ്ഥാപിച്ച്, ഞാൻ ഓർപ്പിച്ചല്ലോ, 77 ജില്ലകളിലും 1-ലധികം സ്ഥലം സഭകൾ ഇന്ന് നേപ്പാളിലുണ്ട്. കാഠ്മണ്ഡു ക്യാപിറ്റലിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ബിലീവ് മീ, മോർ ദാൻ 400 ഗ്രൂപ്പ്സ്, ചർച്ചസ്, കോൺഗ്രിഗേഷൻസ് കാഠ്മണ്ഡുവിലുണ്ട്. 400-ലധികം വ്യത്യസ്തമായ ലോക്കൽ അസംബ്ലികൾ. ഞാൻ അസംബ്ലി എന്ന് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ബ്രദറൻ അസംബ്ലീസ് അല്ല. എന്നാൽ കർത്താവിന് സ്തോത്രം, നമ്മുടെ ബ്രദറൻ അസംബ്ലീസ് ഇന്ന് നേപ്പാളിൽ ഏകദേശം 31ഓളം അസംബ്ലികൾ കർത്താവ് നേപ്പാളിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നൽകി തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും പ്രാർത്ഥിച്ചയച്ചിട്ടുള്ള ഞങ്ങൾ 2-3 മിഷണറിമാരായിട്ട് അവിടെ ഉണ്ട്. അതിലൊരു ദേവദാസൻ കഴിഞ്ഞ ഡിസംബർ മാസം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആനിക്കാട് സ്വദേശിയാണ്. മാത്യു ഫിലിപ്പ് എന്ന് പറയുന്ന കുട്ടച്ചായൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. പിന്നെ കേരളത്തിൽ നിന്നിപ്പോൾ ഞാൻ മാത്രമേ നേപ്പാളിലുള്ളൂ. നമ്മുടെ മിഷണറിമാരായിട്ട് സൗത്ത് കൊറിയയിൽ നിന്ന് നമ്മുടെ മിഷണറിമാർ, ബ്രദറൻ മിഷണറിമാർ കാഠ്മണ്ഡുവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ വിസ ഇഷ്യൂസും മറ്റുമുള്ള അവിടുത്തെ നിയമങ്ങൾ കൊണ്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. മലേഷ്യയിൽ നിന്ന് കടന്നു വന്ന്
കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇന്ത്യൻ സപ്പോർട്ടിൽ അഥവാ ഇന്ത്യൻ കമൻഡഡ് വർക്കേഴ്സ് ആയിട്ടുണ്ട്. ലോക്കൽ സഹോദരന്മാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നാം മനസ്സിലാക്കുമ്പോൾ പല സ്ഥലങ്ങളിലും അവിടെയുള്ള ലോക്കൽ സഹോദരന്മാർ അവിടെയുള്ള ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ കർത്താവ് നേപ്പാളികളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നേപ്പാളിനെ കുറിച്ചുള്ള സന്തോഷം, നമ്മൾ ഏത് വില്ലേജുകളിലേക്ക് കടന്നു ചെന്നാലും അവിടെയുള്ള വിശ്വാസികൾക്ക്, അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു പ്രത്യേക ഗ്രൂപ്പ് ലെവൽ നമ്മുടെ ഇവിടെ പറയുന്ന പോലെ ഇവാഞ്ചലിസ്റ്റോ എൽഡേഴ്സോ മാത്രം പോകുന്ന രീതിയല്ല. അവിടുത്തെ ഗ്രോത്ത്, നേപ്പാളിൻ്റെ ഗ്രോത്ത്, അവരുടേതായിരിക്കുന്ന ട്രൈബിലുള്ള പ്രിയപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുന്നതിനൊരു വലിയ ആവേശമാണ് അവർക്ക്. എല്ലാ സ്മോൾ ഗ്രൂപ്പ്, നമ്മുടെ തന്നെ ചർച്ചിൽ നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 2 ടൗണിലായിട്ട്, നമ്മുടെ അസംബ്ലി ടൗണിലാണ് കർത്താവ് അങ്ങനെ ഒരു ദർശനമാണ് നൽകി തന്നത്. ടൗൺ എന്ന് പറയുമ്പോൾ ഒത്തിരി നമ്മൾ പത്തനംതിട്ട പോലൊന്നും ചിന്തിക്കേണ്ട, അവിടെയുള്ള നിലയിൽ വില്ലേജിലല്ല, എക്സ്ട്രീം വില്ലേജിലല്ല, എക്സാക്ട്ലി ഇൻ ദ ടൗണിലാണ്. അതുകൊണ്ട് ടൗണിൽ നിന്നും നമുക്ക് വില്ലേജിലേക്ക് പോകുന്നതിനും ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നതിനും ഒക്കെ കർത്താവ് സഹായിക്കുന്നു. 1999 സെപ്റ്റംബർ മാസം 4-ാം തീയതി കർത്താവ് ആദ്യത്തെ അസംബ്ലി രൂപീകരിക്കുവാനായിട്ട് കർത്താവ് അവസരം നൽകി. രണ്ടാമത്തെ അസംബ്ലി 2012 മെയ് മാസം 19-ാം തീയതി ഏകദേശം 20 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു സിറ്റിയിൽ നമുക്ക് അസംബ്ലി ഉണ്ടാകുവാനായിട്ട് കർത്താവ് അവസരം നൽകി. ഈ 2 സഭകളും കൂടി ഏകദേശം 80 to 100 ബിലീവേഴ്സ് നമുക്കിന്ന് ധരാൻ ആൻഡ് ഇറ്റാഹരി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് നമുക്ക് നൽകി തന്ന ആത്മീയ സഹോദര സഹോദരിമാരാണ്. ഒരു മാതാവ്, ആത്മീയ മാതാവ്, പിതാവ് എന്നുള്ള നിലയിൽ ആ ഒരു ഇൻറ്റിമേഴ്സ് റിലേഷൻഷിപ്പിൽ കർത്താവിൻ്റെ വേല ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഒരുക്കുന്നു. ഇതൊക്കെ അവിടെ പ്രശ്നങ്ങളുണ്ട്, നിയമമില്ല എങ്കിലും എന്തെല്ലാം ആക്ടിവിറ്റീസ് നമ്മൾ ഇന്ന് ചെയ്യുന്നു അതിനെല്ലാം ആ നിലയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ തരുന്നുണ്ട്. അവർ കുറച്ചുകൂടെ നേപ്പാളിലുള്ള ഇപ്പോഴത്തെ തലമുറ കുറച്ച് ഫോറിൻ മൈൻഡഡ് ആണ്. ഞാൻ ഫോറിൻ മൈൻഡഡ് എന്ന് പറയുമ്പോൾ നേപ്പാൾ ആയതുകൊണ്ട് ഒത്തിരി ഫോറിനേഴ്സ്, നമ്മുടെ ഇന്ത്യൻസ് മാർവാഡീസ് ബിസിനസ്സിനായിട്ട് കടന്നു വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വളരെ കുറവ്, കാരണം നമുക്കത് അങ്ങനെ ഒരു ചിന്തകൾ ആ ഒരു രാജ്യത്തുള്ളൂ. എന്നാൽ ഫോറിനേഴ്സൊക്കെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് പലപ്പോഴും സീസണിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലൊക്കെ സ്ട്രീറ്റിൽ എല്ലാ ഫോറിനേഴ്സിനെയും കാണാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, നേപ്പാളിന് UK-യുമായിട്ട് ഭയങ്കര ബന്ധമാണ്. കാരണം ഇപ്പോഴും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആർമിയിൽ, UK ആർമിയിൽ നേപ്പാളികൾ അനേകരുണ്ട്. സോ UK-ക്ക് നേപ്പാളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. സിംഗപ്പൂർ പോലീസിൽ അനേക നേപ്പാളികൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം UK, സിംഗപ്പൂരുമായിട്ടുള്ള ഇങ്ങനെയുള്ള കൺട്രികളുമായിട്ടൊക്കെ ഭയങ്കരമായിരിക്കുന്ന ബന്ധമുള്ളത് കൊണ്ട് ഒരു ഫോറിൻ ഔട്ട്സെറ്റാണ്. ഇപ്പം കർത്താവിന് സ്തോത്രം, ഇതുപോലെയുള്ള അനേക അസംബ്ലി ഹാൾ ഇന്ന് നേപ്പാളിലുണ്ട്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ നേപ്പാളിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ചില ഭീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ വൈഡായിട്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളും അവിടെയുള്ള ലോക്കൽ സ്ഥലം സഭകളുടെ പ്രവർത്തനങ്ങളൊക്കെ അവരും കുറച്ചുകൂടെയൊക്കെ വളരെ സെറ്റ്. ഇപ്പോൾ അപ്പച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, പണ്ട് നമുക്ക് പാർക്കിങ്ങിന് സൗകര്യമില്ല. നമ്മുടെ പഴയ അസംബ്ലി ഹാളിൽ നമുക്ക് പാർക്കിങ്ങിനൊന്നും സൗകര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കർത്താവ് ഇങ്ങനെയുള്ളൊരു ക്രമീകരണം ചെയ്തു. നേപ്പാളികൾ എന്തോ അവർ സഭാ ഹാളിന് വേണ്ടിയൊക്കെ ലാൻഡ് വാങ്ങിക്കുന്നത് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഒത്തിരി ഏരിയകൾ, കാര്യങ്ങൾ, ഓഫീസ്, പിന്നെ സൺഡേ സ്കൂളിന് പ്രത്യേക മുറികൾ, യൂത്ത് മീറ്റിങ്ങിന് പ്രത്യേക മുറികൾ, സിസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പ്രത്യേക മുറികൾ, എന്തെങ്കിലും മരണമുണ്ടായാൽ ആ ബോഡി വെക്കാൻ ഇതെല്ലാം അവരുടെ പഴയ ചർച്ചുകളിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ആ നിലയിലുള്ള ഒരു ചെറിയ ക്രമീകരണം ഞങ്ങൾക്കും ഞങ്ങൾ ആദ്യമായിട്ട് കടന്നു ചെന്ന സ്ഥലത്ത് കർത്താവ് നൽകി തന്നിട്ടുണ്ട്. നമുക്ക് അസംബ്ലി ഹാളുണ്ട്, നമുക്കും അതുപോലെയുള്ള ചെറിയ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ. അതിനൊരു പ്രത്യേകത, ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്നതുകൊണ്ട് ആരാധനാലയം അവർക്കൊരു വലിയ ഭക്തിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ടും, ഞാനൊരു മലയാള ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടും സുന്ദരമായും വെക്കുവാനായിട്ട് അവർ ചിന്തിക്കുന്നവരാണ് നേപ്പാളി കൾച്ചറിലുള്ളവർ. അപ്പോൾ ആ നിലയിൽ വിവിധ ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ കർത്താവ് കഴിഞ്ഞ നാളുകൾ അത്ഭുതകരമായിട്ട് നടത്തുവാൻ ഇടയാക്കി. ഞങ്ങളുടെ ആദ്യ ആത്മീക പുത്രൻ അന്ന്
98 കാര്യമാണ്. 99 ആദ്യമായി കർത്താവ് ആദ്യ ഫലം തരുന്നത്. ഇന്ന് തനിക്ക് 45-46 വയസ്സുണ്ട്. സ്നാനപ്പെട്ട് 2-ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആത്മീയ പുത്രനാണ്. ഏകദേശം 3-4 വർഷത്തോളം വെളിയിലായിരുന്നു ഞങ്ങളോട് ഒരുമിച്ച്. ഞങ്ങളിൽ നിന്നും അകറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ, അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ദിവസങ്ങൾ കടന്നു പോകും. പുത്രിമാർ, ആത്മീയമായ സഹോദരിമാരെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരാണ്. എന്നാൽ ഈ പ്രിയപ്പെട്ടവരൊക്കെ ഇന്നും കർത്താവിൽ വിശ്വസ്തരായി, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ മാതാപിതാക്കന്മാരെന്നെ കൈവിട്ടാലും പ്രിയപ്പെട്ടവരെന്നെ കൈവിട്ടാലും എന്നെ സ്നേഹിച്ച കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള വലിയ സാക്ഷ്യത്തോടെ ആ പ്രിയപ്പെട്ടവരൊക്കെ ഇന്നും നമ്മുടെ സ്ഥലം സഭയ്ക്ക്, അവിടെയുള്ള ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമായി തന്നെ കൊണ്ട് മുൻപോട്ട് പോകും. അവരാരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ കൃപയിൽ നിലനിന്ന് അവരുടെ സാക്ഷ്യം ആ ചുറ്റുപാടുമുള്ള അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് ഒരു വെല്ലുവിളിയായിട്ട് ഇന്ന് അനേകരെ കർത്താവിങ്കിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത നേപ്പാളിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കർത്താവ് ഓരോ വർഷവും കർത്താവിൻ്റെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് അവൻ പുതിയ ഫലങ്ങളെ കാണുവാൻ അഥവാ തരുവാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ അനുഭവങ്ങളിൽ അതിൻ്റെ മധ്യത്തിൽ പരാജയങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. പലരും മടങ്ങിപ്പോയിട്ടുള്ളവരുണ്ട് പല പ്രഷറിൽ. എന്നാൽ അവരെ ഒന്നും നമ്മൾ ഇതുവരെയും കാണാതിരുന്നിട്ടില്ല. ഞങ്ങൾ 2-3 ആഴ്ചയ്ക്ക് മുൻപ് കടന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് പോലും അവരെ പോയി കണ്ട് മടങ്ങി വരണം എന്നുള്ള നിലയിൽ നമുക്കവിടെ ഓപ്പണിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സംഗതിയല്ല. ആ ഒരു നിലയിൽ മുൻപോട്ട് പോകുന്ന സാഹചര്യങ്ങളും ഇന്ന് നേപ്പാളിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഉണ്ടാകാറുണ്ട്. തുടർന്ന് പ്രാർത്ഥിക്കുക. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തോമസ് അപ്പച്ചന് നേപ്പാളിലേക്ക് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നേപ്പാളിനെ കുറിച്ചുള്ള എൻ്റെ ആ ഒരു നിലയിലുള്ള എക്സ്പ്ലനേഷൻസ് ബിഫോർ നമ്മൾ ദൈവവചനത്തിൽ നിന്നും കേൾക്കുന്ന എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നേപ്പാളിനെ കുറിച്ച്? നേപ്പാളി, അവിടുത്തെ ലാംഗ്വേജ് നേപ്പാൾ. ഹിന്ദി തന്നെയാണ്, ലെറ്റർ നമ്മൾ ഹിന്ദി എഴുതുന്നത് പോലെ തന്നെയാണ്, ദേവനാഗരിയാണ് ബേസിക്. അപ്പോൾ ഹിന്ദി പോലെ തന്നെയാണ്, പക്ഷേ സംസാര രീതിയും എഴുതുന്ന ചൈനയോട് ക്ലോസ് ആയത് ഛ ചു ചി എന്ന് പറയുന്ന സൗണ്ടാണ് മിക്കപ്പോഴും നമ്മുടെ സംസാര ഭാഷയിൽ. കൊസ്തോനൂഞ്ച കേച്ച ഈ ഒരു സൗണ്ട് സിസ്റ്റമാണ്. നമ്മുടെ എല്ലാ ശുശ്രൂഷയും നേപ്പാളിലാണ്. സൺഡേ സ്കൂൾ ആണെങ്കിലും സിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണെങ്കിലും ആരാധനയാണെങ്കിലും ആരെങ്കിലും നേപ്പാളി അറിയാത്തവർ കടന്നു വരുമ്പോൾ നമ്മൾ നേപ്പാളിലേക്ക് തന്നെ അത് ട്രാൻസ്ലേഷൻ ചെയ്യുകയും ചെയ്യും. നേപ്പാളിയാണ് നമ്മുടെ ലാംഗ്വേജ്. പൊതുവെ നേപ്പാളിയാണ് ലാംഗ്വേജ്. ഏകദേശം 125ഓളം എത്നിക് ഗ്രൂപ്പ്സ് നേപ്പാളിലുണ്ട്. ഇവർക്കെല്ലാം അവരുടെ ലാംഗ്വേജ് ഉണ്ട്. എന്നാൽ നേപ്പാളി എല്ലാവരും സംസാരിക്കും. പല ലാംഗ്വേജിലും അവരുടെ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, പക്ഷെ അവരെല്ലാം അത് സംസാരിക്കാറുണ്ട്. നമ്മുടെ അസംബ്ലിയിൽ തന്നെ നമുക്ക് ഏകദേശം 14 ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ് നമ്മുടെ തന്നെ അസംബ്ലിയിലുണ്ട്. ബ്രാഹ്മിൻ മുതൽ ലോ ലെവൽ, അവിടുത്തെ ബ്രാഹ്മിൻ സിസ്റ്റം മുതൽ ലോ ലെവലിലുള്ള, അവിടെ ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ നമുക്ക് കർത്താവ് നൽകി തന്നിട്ടുണ്ട്. പക്ഷേ കർത്താവ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, അത് അവരുടെ ജീവിതത്തിനൊരു വലിയ ചലഞ്ചായിട്ടും അനുഗ്രഹവുമായിട്ടിരിക്കുന്നു. അവർ ഈ ശുശ്രൂഷ ഏറ്റെടുത്തത് കൊണ്ട്, അവിടെയുള്ള കർത്താവ് നൽകി തന്ന സഹോദരിമാർ ഈ ശുശ്രൂഷയ്ക്ക് ഒരു വലിയ ബലമായി തീർന്നത് കൊണ്ട് ഇന്ന് ആ ശുശ്രൂഷകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ മുൻപോട്ട് പോകാനിടയാകുന്നു. ഏത് അവസരം വേണമെങ്കിലും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളത് പോലെ ഇല്ല. ഇതുവരെയും ഗവൺമെന്റിലില്ല. പക്ഷേ അവർ പറയുന്നത് പൂർവികന്മാരുടെ മതത്തിൽ നിന്നും മാറിയെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു, അതോ മറ്റൊരു വിശ്വാസം, അത് ക്രിസ്ത്യൻ എന്നുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ഉണ്ടാവും. കാരണം അവരുടെ പൂർവികന്മാരുടെ മതത്തിൽ നിന്നും അവരെ മാറ്റി എന്ന് പറയുന്ന സിസ്റ്റം വെച്ചുകൊണ്ട്. യെസ്, അങ്ങനെ ഒരു ഗവൺമെന്റ് ഒരു ലോ, ക്രിസ്ത്യാനിറ്റി എഗൻസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞൊരു ലോ ഇല്ല. അവിടുത്തെ ഒരു ബ്യൂട്ടി, അവിടുത്തെ ക്രിസ്ത്യൻസ് പലരും അവിടുത്തെ ഗവൺമെന്റുമായിട്ട് പല സോഷ്യൽ വർക്കുകളിലും ടൈപ്പാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ തന്നെ ടൗണിൽ ദനാനിൽ വളരെ റീസെൻ്റ്ലി ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു ചർച്ച് ഹാള്, അവിടുത്തെ ഒരു ലോക്കൽ ചർച്ച് ഹാൾ ഒരു മന്ദിരത്തിനോട് അടുത്ത് വെച്ചു. അതിനെ തകർക്കുവാനായിട്ട് നേപ്പാൾ മൊത്തം വന്നൊരവസരം ചില മാസങ്ങൾക്ക് മുൻപേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ നമ്മുടെ സിറ്റി മേയർ
ഉപമേയർ അവരതിനെ അനുവദിച്ചില്ല. അവർ വിശ്വാസികളല്ല ഇപ്പോഴും. അവരതിന് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും നൽകി നമ്മുടെ സിറ്റിയെ ബാൻ ചെയ്തു. ആരും സിറ്റിയിൽ നിന്നോ ആരും അകത്തേക്ക് വരാതിരിക്കാൻ, വെളിയിൽ നിന്നും ചർച്ചുകൾ നശിപ്പിക്കാതിരിക്കാനുള്ള റിലീജിയസ് പ്രശ്നം പഴയ കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു മാറ്റമാണ്. നമ്മൾ മാവിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മാവിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളാണ് മാവിസ്റ്റ്. അവരാണ് ആക്ച്വലി ക്രിസ്ത്യൻസിന് ഓപ്പൺ ചെയ്തത് നേപ്പാളിൽ. ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടുന്ന ഒരു ഓപ്പണിങ് നൽകിയത് നമ്മുടെ അസംബ്ലി ഹാളിൽ ഉപമേയർ നമ്മുടെ മീറ്റിങ്ങിൽ വന്നിരുന്നിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന ധരാനിലെ ഉപമേയർ നമ്മുടെ വീട്ടിൽ വരികയും അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിൽ വരികയും തൻ്റെ ഉപസ്ഥിതി നമ്മുടെ മീറ്റിങ്ങിൽ താനൊരു മാവിസ്റ്റാണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹവുമായിട്ട് അവരുമായിരിക്കുന്ന ക്ലോസ് റിലേഷൻ നേപ്പാളി ക്രിസ്ത്യൻസ് വളരെയധികം അടുത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പല സ്ഥലങ്ങളിൽ പഴയ അവസ്ഥ രാജഭരണമായിരുന്നു, അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. അനേകരെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അനേകരെ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നേപ്പാളിൻ്റെ പിക്ചർ വളരെ വ്യത്യസ്തമാണ്. കർത്താവിൻ്റെ ഇങ്ങനെയുള്ള വേലകളൊക്കെ കടന്നു പോകുന്നു. ആ ഒരു നിലയിൽ ദൈവം സഹായിക്കുന്നു. അതിൻ്റെ പിന്നിൽ അനേക ദൈവമക്കളുടെ, ലോകമെമ്പാടുമുള്ള അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തി നേരിൽ കാണുവാനുള്ള അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെയൊക്കെ വീട്ടിൽ നിന്ന് റിയലി ഇറക്കി വിടുമ്പം, പ്രത്യേകിച്ചും അവർ ഇറങ്ങിപ്പോകുന്നതിനേക്കാളും ഞങ്ങൾക്കുള്ള ആദ്യത്തെ ത്രട്ടനിങ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പോലീസ് മേ ബി കമ്മിങ് ഫസ്റ്റ് ടു അസ്. ആരെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള റിപ്പോർട്ട് നൽകിയാൽ അത് തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദീർഘവർഷമായിട്ട് ഞാൻ ഓർപ്പിച്ചു, എനിക്കൊരു പ്രചോദനമായി തീർന്നത് എൻ്റെ അളിയൻ്റെയും പെങ്ങളുടെയും അന്നത്തെ 1978 മുതലുള്ള ഒരു സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. അവരെ നമ്മുടെ കേരളത്തിൽ പൊതുവെ അറിയത്തില്ല. പക്ഷേ അവരുടെ ജീവിതം എനിക്ക് എൻ്റെ ചെറുപ്രായത്തിലൊരു വലിയ ചലഞ്ചായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നേപ്പാളിലേക്ക് പോകുവാൻ കർത്താവിന് അങ്ങനെ പ്രസാദം തോന്നി. അതിലുപരിയായിട്ട് അപ്പച്ചനും അമ്മച്ചും, എൻ്റെ പിതാവും മാതാവും രാത്രിയുടെ യാമം, എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു, ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. എൻ്റെ അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്ക് 91 വയസ്സുണ്ട്, തിരുവല്ലയിലായിരിക്കുന്നു, മഞ്ഞാടിയിലായിരിക്കുന്നു. മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥന ഒരു വലിയ പിൻബലമാണ്. ഒരു കാരണം അത് തന്നെയാണ്. രാത്രിയുടെ യാമങ്ങളിൽ അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ ഞങ്ങളുടെ മക്കളെ വടക്കേ ഇന്ത്യയിലേക്ക് വേലയ്ക്ക് വേണ്ടി വിടണമേ എന്നുള്ളത്, അയക്കണമേ എന്നുള്ളത്. ഞാൻ ഇപ്പോഴും അത് ആദ്യം ഓർക്കുമ്പോൾ ചിരിക്കുമായിരുന്നു. അപ്പച്ചൻ എറണാകുളം വിട്ടൊന്നും അന്ന് പോയിട്ടില്ല ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത്. പക്ഷെ അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നത് വടക്കേ ഇന്ത്യക്ക് അയക്കണം. ഈ അപ്പച്ചന് വടക്കേ ഇന്ത്യയെ കുറിച്ച് എന്തറിയാം? എനിക്ക് വന്നത് അപ്പച്ചൻ്റെ മരണം വരെ അപ്പച്ചൻ യാത്ര ചെയ്തത് ലാസ്റ്റിൽ അപ്പച്ചൻ മരിച്ചിട്ട് 25 വർഷമായി. ലാസ്റ്റ് സമയങ്ങൾ അപ്പച്ചൻ യാത്ര വൺസ് ചെയ്തത് ഗുജറാത്ത് വരെ പോയതാണ്. അല്ലാതെ അപ്പച്ചന് വടക്കേ ഇന്ത്യയെ കുറിച്ചോ കേരളം വിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളെ കുറിച്ചോ ഒരു ഇതും ഉണ്ടായിരുന്നു. പക്ഷെ ആ രാത്രിയുടെ യാമങ്ങളിലെ പ്രാർത്ഥന 1989 മെയ് മാസത്തിൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയും ചെയ്തു. ആ നിലയിൽ കേരളം വിട്ടു പോകണം, കർത്താവിൻ്റെ വേല ചെയ്യണോ ചെയ്യണ്ടായോ എന്നൊക്കെയുള്ള പല ചിന്തകളുണ്ടെങ്കിലും കർത്താവ് തക്ക സമയത്ത് അവൻ്റെ പദ്ധതിയിൽ എന്നെയും ചേർത്ത് ധന്യമായിരിക്കുന്ന അവൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയിലാക്കുവാൻ കർത്താവ് ഇടയാക്കി. ആ നിലയിൽ ഇന്നും തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, നേപ്പാളി റുപ്പീസാണ്. പക്ഷേ അവിടുത്തെ നമ്മുടെ കറൻസിയുടെ ട്രാൻസാക്ഷൻ മീൻസ് ലോ റേറ്റ് ആണ്. നമ്മുടെ 1000 രൂപ അവിടുത്തെ 1600 രൂപ, 1.6 ആണ് ട്രാൻസാക്ഷൻ റേറ്റ്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ് നേപ്പാൾ. ഇന്ത്യയുടെ 3 ബോർഡർ അടച്ചു കഴിഞ്ഞാൽ നേപ്പാൾ ഭക്ഷണമില്ലാതെ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, UP ഈ 3 ബെൽറ്റും അടച്ചു കഴിഞ്ഞാൽ നേപ്പാൾ പെട്രോൾ ഇല്ലാതെ, ഭക്ഷണമില്ലാതെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. സൗത്ത് ബെൽറ്റ് എല്ലാം നമ്മുടെ ഇന്ത്യയാണ് നേപ്പാളിൻ്റെ, നോർത്ത് ബെൽറ്റാണ് ചൈന. പക്ഷെ ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. പൊതുവെ അവരൊരു മംഗോളിയൻ ലുക്ക് ആയതുകൊണ്ടും അതിൻ്റേതായിരിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകുന്നു. കൂടുതൽ വിവരങ്ങൾ നേപ്പാളിൽ വന്ന് കാണുവാനും കേൾക്കുവാനും ഞാൻ ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുന്നു. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഞാൻ ചില വാക്കുകൾ, ദൈവവചന വാക്യങ്ങൾ
പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ഒരു ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ വാക്യമല്ല, മെസ്സേജ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ പാരമ്പര്യമാണ്. കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച് അത് ലഭിച്ച ബ്രദറൻ പാരമ്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഒരു പാരമ്പര്യ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാനും ജനിച്ചു വളർന്നത്. വല്യപ്പച്ചൻ മുതലേ നമ്മുടെ കൂടിവരവിലായതുകൊണ്ട്. എന്നാൽ ഇന്നും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തോമസ് അപ്പച്ചനോട് ചോദിച്ചപ്പോൾ ഹീസ് 82 അല്ലേ, അപ്പച്ചൻ 82 ആവുന്നു. 82 വർഷമായിട്ട് ഈ വചനം ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ആ പ്രായത്തിലുള്ള അനേക മാതാപിതാക്കന്മാർ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയെ ഈ വിശ്വാസത്തിന് വേണ്ടി കർത്താവ് നൽകി തന്നു. ആ ഒരു നിലയിലുള്ള ഒരു വലിയ ബേർഡൻ എൻ്റെ ഹൃദയത്തിലും ദൈവസഭയെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ചുള്ള വലിയ സത്യം, ആ ഒരു തിരി കർത്താവിൻ്റെ നാൾ വരെയും നമ്മുടെ സ്ഥലം സഭകളിൽ എരിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യമുണ്ട്. നമുക്ക് കൺവെൻഷനുകൾ, മറ്റു കൂടിവരവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ വചനം ആസ്വദിക്കുവാനായിട്ട്, അത് ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രസംഗം കേൾക്കുന്നു, നാം സ്തോത്രം ഹല്ലേലൂയ വളരെ സമാധാനത്തോടുകൂടെ പോകുന്നു. പക്ഷെ ആ ഒരു വലിയ എരിവോടുകൂടെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ഒരു പന്തം എടുത്തുകൊണ്ട് പോകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥന പത്തനംതിട്ടയിലും നമ്മുടെ ചുറ്റുപാടും കേരളത്തിലൊട്ടാകെ ഉണ്ടാകേണ്ടതിന്, കേരളം വിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോയാലും വചനത്തിൽ വളരെയധികം നിശ്ചയമുള്ള ഗ്രൂപ്പ് പണ്ടേ നമ്മളെക്കുറിച്ച് പറയുന്നതാണെങ്കിലും ഇന്നും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പ്രത്യേകിച്ച് നേപ്പാളികൾക്ക് ഈ ബ്രദറൻ, എന്നെ ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യം കൾട്ടാണെന്ന് പറഞ്ഞവരാണ് നേപ്പാളികൾ. ബിലീവ് മീ, ഞങ്ങൾ ധരാൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് അവിടുത്തെ ലോക്കൽ ലീഡേഴ്സ് പറഞ്ഞത് നമ്മൾ ആരാണ്, കൾട്ട് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എല്ലാ ആഴ്ചയിലും ലോർഡ് സപ്പർ ഉണ്ട്. അവർക്ക് അവിടെ അങ്ങനെയില്ല. ഞാൻ അതും കൂടെ ഓർപ്പിക്കട്ടെ. അവർക്ക് വൺസ് ഇൻ എ മന്ത് ആണ്. അതിനൊരു കാരണം, ഇന്നും പല വില്ലേജുകളിൽ നമ്മുടെ ഈ മുന്തിരിങ്ങ ചാറൊന്നും അവിടെ ഇല്ല, ഇന്നും ഇല്ല. ഞങ്ങൾ ഇന്നിപ്പം പോയി വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് ബോർഡറിൽ നിന്ന് കിട്ടി അങ്ങ് അകത്ത് കയറിയാൽ അങ്ങ് ചെന്നു. മാവുണ്ട കൊണ്ടുപോയിട്ട് പിടിച്ചിട്ടുണ്ട്. അച്ചപ്പത്തിൻ്റെ നമ്മുടെ മെഷീൻ കൊണ്ടുപോയിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വാളംപുളി, തോട്ടുപുളി കൊണ്ടുപോയിട്ട് അത് പിടിച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇതെന്താണെന്ന് അറിയില്ലല്ലോ, ഈ സംഗതി എന്താണ്, ഇതെല്ലാം കറത്ത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നോയിങ്ലി അൺനോയിങ്ലി ഒരു വാസ്റ്റ് ഡ്രഗ്സ് മൂവ്മെന്റ്സ് ചെയ്യുന്ന ടെററിസ്റ്റ് മൂവ്മെന്റ്സിന്റെ ഒരു നല്ല ഏരിയ ആണ് ഈ നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലം. അത് ജനറലി ഒരു ഹൈഡിങ് പ്ലേസ് ആണ്. അപ്പോൾ ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ നമുക്കൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പം അവർക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. എന്നാൽ അവിടുത്തെ ഒരു ലോക്കൽ നിലയിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞ നാളിൽ ഭാഷ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. അവിടെയുള്ള ലോക്കൽസുമായിട്ട് അവരുടേതായിരിക്കുന്ന ശൈലിയിൽ സംസാരിക്കുന്നതിനും കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നതിനുമുള്ള അവസരം കർത്താവ് നൽകിയതുകൊണ്ട് മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ, ലോ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ, എന്നാൽ ഇപ്പോഴും പോലീസ് അന്വേഷണത്തിന് വരും. നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തതുപോലെ അവർ വരും, അന്വേഷിക്കും, കാര്യങ്ങളൊക്കെ പറയും, ചോദിക്കും, എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും നമ്മളോട്. പക്ഷേ ഒരു പോസിറ്റീവ്, ഒരു പക്ഷേ കേരളത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ വളർന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾ വളരെ സൊസൈറ്റിയുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മറ്റുള്ള നിലയിൽ നമ്മുടെ എൽഡർ, ആദ്യത്തെ ആത്മീയ പുത്രൻ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു PhD ഹോൾഡറാണ്. അപ്പോൾ ഒരു വെൽ ടു ഡു ഫാമിലി ബേസ് ഉള്ള സഹോദരനായതുകൊണ്ടും മറ്റ് സോഷ്യൽ റിലേഷൻ, സ്കൂളിലൂടെയുള്ള എഡ്യൂക്കേഷൻ ലെവലിലുള്ള റിലേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. ആ ഒരു നിലയിൽ മുൻപോട്ട് ഞാൻ മുമ്പേ ഓർപ്പിച്ചു, ആദ്യമായിട്ട് ചെന്നപ്പോൾ നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ അതിനൊരു അവസരം തരണമേ. ബിലീവ് മീ, ടുഡേ ദേ നീഡ് അസ്. അവിടെയുള്ള ലോക്കൽ ചർച്ചസിന് നമ്മൾ പോയി വചനം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. 77 വയസ്സുള്ള അവിടുത്തെ ടൗണിൽ പ്രായമായ ഒരു ദൈവദാസനെ പോലും കണ്ടിന്യൂസ് ആയിട്ട് ദൈവവചനം പഠിപ്പിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു ഡിനോമിനേഷണൽ സെറ്റപ്പ് അല്ലാത്തത് കൊണ്ട് ദൈവവചനം ആര് പഠിപ്പിക്കുവാൻ കഴിവുണ്ട് അവരെ അവൾ വളരെ യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് നേപ്പാൾ. ആ നിലയിൽ മറ്റ് പല ഗ്രൂപ്പുകളിലും ചർച്ചുകളിലും അവരുടെ ലീഡേഴ്സിനെ, യൂത്ത്സിനെ
ദൈവവചനം പഠിപ്പിക്കും. സുവിശേഷത്തിന് വളരെയധികം ശ്രദ്ധയോടുകൂടെ മുൻപോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരാണ് നേപ്പാളികൾ. എല്ലാവരും, ഓൾമോസ്റ്റ് ഓൾ വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ. അതിന് മാറ്റങ്ങളൊക്കെയും കാണുന്നുണ്ട്. കാരണം അവിടെയും കേരളത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അനേകർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അനേകര് UK, സിംഗപ്പൂർ, ഓസ്ട്രേലിയ സിംഗപ്പൂരൊക്കെ പറയുന്നത് നമുക്കിപ്പോഴാണ് വേവ് ഉണ്ടായി. അവർക്കൊരു 5-6 വർഷത്തിന് മുൻപേ നേപ്പാളിൽ വേവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നു, ഫോറിൻ സിസ്റ്റത്തിലേക്ക് വരുന്നു, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിലേക്ക് വരുന്നു. സിറ്റിയിലെ കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ വില്ലേജിൽ ഇപ്പോഴും ഏകദേശം 8-9 മണിക്കൂർ യാത്ര ചെയ്തിട്ട് 2-3 ദിവസം നടന്ന് ചെല്ലേണ്ടുന്ന വില്ലേജ് ഇന്നും നേപ്പാളിലുണ്ട്. നോ ട്രാൻസ്പോർട്ടേഷൻ, ബിലീവ് മീ. ജനറലി നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്നൊരു 10 പേര് ചെന്ന് അവിടുത്തെ ക്ലോസ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമ്മൾ 10 പേരും ഒറ്റ കൺക്ലൂഷനിലേക്ക് വരും. നേപ്പാൾ ഒരു 40 വർഷം പുറകിലാണെന്ന് പറയും ഡെവലപ്മെൻറ്റിൽ. ഞാനിതെല്ലാം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്, നാം പ്രവർത്തിക്കുന്ന ഏരിയയിൽ എങ്ങനെയാണ് നാം സെറ്റിലാകുന്നത്, ദൈവകൃപയോടെ എങ്ങനെ സെറ്റിലാകാൻ പറ്റും, ആ നിലയിൽ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും, ആ നിലയിൽ വളരെയധികം ധന്യമായിരിക്കുന്ന ശുശ്രൂഷകൾ ഇന്നും ചെയ്യുവാനായിട്ട് കർത്താവ് അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ. ഒരു കാലത്ത് നാം കൾട്ടാണെന്ന് പറഞ്ഞ അവരൊക്കെ ഇന്ന് നമ്മൾ വേണം അവരുടേതായിരിക്കുന്ന ഒരു സ്പിരിച്വൽ സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ചെയ്യുവാൻ നമ്മളെയും അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടു കൂടെ ഓർക്കുന്നു. നമ്മുടെ സഹോദരന്മാരോട് കൂടെ തന്നെ മറ്റ് ചർച്ച് ലീഡേഴ്സും കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തു, ശ്യാംജി എന്നാ അങ്ങ് തിരിച്ചു വരുന്നത്, ഇപ്രാവശ്യം ഒത്തിരി നാളായല്ലോ. അങ്ങനെ ഒരു ഫീലിംഗ് ആണ്, ആ ഒരു ഫ്രണ്ട്ലി ഫീലിംഗ് ആണ് ഈ നേപ്പാളി നേച്ചറിൽ ഉള്ളത്. അതുകൊണ്ട് തുടർന്ന് നേപ്പാളിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കടന്നു വന്ന് കാണാനായിട്ട് കഴിയും. കർത്താവ് പ്രേരണ നൽകിയാൽ ഇന്നും സുവിശേഷത്തിന് അനേക സ്ഥലങ്ങൾ, വില്ലേജുകളുണ്ട്, സ്ഥലങ്ങളുണ്ട്. ആ നിലയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അവിടെയുള്ള 2 സ്ഥലം സഭയിലുമുള്ള ദൈവജനത്തെ ഓർത്ത് കർത്താവ് പ്രാർത്ഥിക്കുക. അവർ സാധാരണപ്പെട്ടവരാണ്, ചിലർ നല്ല നിലയിൽ ജീവിക്കുന്നു. പൊതുവെ ഉള്ള നമ്മുടെ എല്ലാ അസംബ്ലിയിലും ഉള്ളതുപോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ അഥവാ ജീവിത ശൈലികളിൽ പോകുന്നുവെങ്കിലും കർത്താവിനോടുള്ള ആദ്യ തലമുറയായതുകൊണ്ട് കർത്താവിനോടുള്ള ഭക്തിയും ഭയവും സ്നേഹവും സമർപ്പണവും നൽകി മുൻപോട്ട് പോകുവാൻ കർത്താവ് അവരെ സഹായിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നു.